ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നതാണ്. അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും വരാം. ദൂരെയുള്ള ആൾക്കാർക്ക് വരാം വന്ന് അവിടെ റൂം എടുത്ത് തങ്ങി അവിടെ ദർശനം തൊഴാൻ വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ഉള്ളതാണ് സമയം. അപ്പോൾ 5 മണിക്ക് കയറുന്നവർക്ക് 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6:45 അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഭഗവാനെ നേരിട്ട് നന്നായിട്ട് കണ്ട് തൊഴാൻ തിരക്കും ദിക്കുമില്ലാതെ കയറണമെങ്കിൽ നമ്മൾ 50 രൂപ ടോക്കൺ എടുക്കണം. 50 രൂപ ടോക്കൺ എടുക്കുന്നവർക്ക് ഫസ്റ്റിൽ സുഖമായി നിന്നും നമ്മളെ ഭഗവാനെ ആ 3 നടയും തുറന്ന് നമുക്ക് നന്നായിട്ട് ദർശനം തൊഴാൻ പറ്റും. അല്ലാത്ത പക്ഷേ 50 രൂപ എടുക്കാൻ മടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല തിരക്കോട് കൂടി തന്നെ നിന്ന് ഇടിച്ച് നെരുങ്ങി നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ടോക്കൺ എടുത്ത് തന്നെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ കയറി ഞങ്ങൾ ഭഗവാനെ തൊഴുതു. അത്രയ്ക്ക് മനസ്സിൽ സന്തോഷവും കുളിർമയും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളാണ്. പലതെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഈ ഒരു പ്രാവശ്യത്തെ ദർശനം തൊഴാൻ എനിക്ക് ഇങ്ങനെ പറ്റുമെന്നും മനസ്സിൽ പോലും തിരിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ വൈകിട്ട് 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗണപതി കോവിൽ 5 മണിക്ക് തുറക്കും. അവിടെ ചെന്ന് അവിടുത്തെ ഗണപതി കോവിലിൽ ചെന്ന് ഭഗവാനെ തൊഴുതതിന് ശേഷം നേരെ നമ്മൾ ഇവിടെയാണ് വന്നത്. നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നു. നമ്മൾ വന്നപ്പോൾ 5:45 അതിനകത്ത് കയറി. പിന്നെ അണ്ണന് ഡ്രസ്സ് മാറണമായിരുന്നു. അപ്പം നേരിയത് വാങ്ങിക്കണം. അതിന് ഈ പുറത്തുനിന്ന് വരണവർക്കൊക്കെ ഡ്രസ്സ് മാറേണ്ട ഒരുപാട് കബോർഡുകൾ ഇതുപോലത്തെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആണുങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ചുരിദാറാണെങ്കിൽ നേരിയത് വാങ്ങിച്ചു കൊടുക്കേണ്ട സൗകര്യം ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ തന്നെ. ഇതുപോലത്തെ ആ സ്ഥലത്ത് കാണിക്കണം അതുപോലത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്മാർട്ട് വാച്ച് പോലത്തത് കെട്ടിക്കൊണ്ട് കയറാൻ പാടില്ല. സാധാ വാച്ചാണെങ്കിൽ ചെറിയ സൈസ് വാച്ച് കെട്ടിക്കൊണ്ട് കയറാം. പിന്നെ വണ്ടിയുടെ ചാവി ഇതുപോലെയൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല. മൊബൈൽ, ചെരുപ്പ്, ചപ്പൽ എല്ലാം ചെരുപ്പ് പൊട്ടും സകല സാധനങ്ങളും ബാഗിനകത്താക്കി നമ്മൾ ക്ലോത്ത് റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു രസീത് പോലത്തെ ഒരു സാധനം തരും. അത് സൂക്ഷിച്ച് നമ്മൾ വയ്ക്കുക. നമ്മൾ എവിടെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നാലും നമുക്ക് എപ്പോഴും എത്ര സമയം എടുത്തെന്നാൽ നമുക്ക് കാണാം. ഇവിടെ ഒന്ന് കൊടുത്താൽ നമ്മളെ സാധനം നമുക്ക് തിരികെ തരുന്നതാണ്. അപ്പം ഞങ്ങളിതേ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് പിള്ളേർ ഫോട്ടോയൊക്കെ എടുക്കും. ഞങ്ങൾ ചെന്നപ്പോൾ 5:45 ഞങ്ങൾ അവിടെ നിന്ന് നേരെ അച്ഛനും മക്കളും കൂടെ അവിടെ നിന്ന് നടന്ന് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, ഞങ്ങൾക്ക് ചേഞ്ചിങ് ഒന്നും വേണ്ട, അണ്ണനെ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രസീത് എഴുതി നമ്മുടെ ചെരുപ്പും 3 മൊബൈൽ 4 പേരുടെ ചെരുപ്പും എല്ലാം കൂടെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് 70 രൂപ ആയിട്ടുള്ളൂ. 70 രൂപ ആയാലും സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ സാധനം കിട്ടിക്കോളും. ഇതിനകത്ത് പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് കിട്ടും, കൊച്ചുങ്ങൾക്കുള്ള ഡ്രസ്സ് കിട്ടും, കൊച്ചു പാവന്മാർക്ക് സാരി കൊടുക്കണമെങ്കിൽ ഇതുണ്ട്, വലിയവർക്കുള്ള സാരി കിട്ടും, എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പം ഞങ്ങളൊന്ന് തൊഴുതിട്ട് തിരിച്ച് വേറൊരു വഴി കൂടെ അകപ്പെട്ട് വന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ എനിക്കൊരു അബദ്ധമൊക്കെ പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടാ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഭഗവാനെ തൊഴാൻ പറഞ്ഞവർക്കൊക്കെ വരാം. അവിടെ തന്നെ റൂം കിട്ടും, എല്ലാ മഠങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ വന്നവർ കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരാണ്, മലയാളീസ് കുറവാണ്. നോർത്ത് ഇന്ത്യക്കാർ തമിഴ്, ഹിന്ദി, തെലുങ്ക് അങ്ങനത്തെ കുറേ ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നിൽക്കുകയാണ്. ദർശനം തൊഴുത് ഇറങ്ങി വന്ന വഴി മാറിപ്പോയി കൂട്ടുകാരെ. അപ്പോൾ അതേ ക്ലോത്ത് റൂമിലൊന്ന് സാധനമൊക്കെ വാങ്ങിച്ച് പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര ഫോട്ടോഷൂട്ട് കണ്ട. ഞങ്ങൾക്ക് 6:45 7 മണിക്കുമ്പേ ദർശനം കിട്ടിയേട്ടാ. നന്നായിട്ട് നമ്മൾ തൊഴുത് ഫസ്റ്റിൽ കിട്ടി. ഫസ്റ്റിൽ ദർശനം തൊഴാൻ വരുമ്പോഴത്തേക്ക് 50 രൂപ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നിന്ന് തൊഴാൻ പറ്റും കേട്ടോ. അല്ലാതെ സാധാരണയാണെങ്കിൽ നമ്മൾ ഈ 50 രൂപ ടോക്കൻ എടുക്കാതെ ചെല്ലണവർക്ക് അവിടെ തന്നെ നിൽക്കാൻ, കാരണം അവിടെ നിൽക്കണവർക്ക്, കാരണം 50 രൂപ ടോക്കൻ എടുക്കണവർക്ക് പെട്ടെന്ന് നന്നായിട്ട് ദർശനം തൊഴുത് അവർ മാറിയതിന് ശേഷം മാത്രമേ സാധാരണ നിൽക്കണവർക്ക് തൊഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ വരണവർക്ക് 50 രൂപ ടോക്കൻ എടുത്ത് വരണവർക്ക് പെട്ടെന്ന് നന്നായിട്ട് ഭഗവാനെ ഫുള്ള് നല്ലതുപോലെ തൊഴുതിട്ട് വരാൻ പറ്റും. അപ്പോൾ ഞങ്ങളെ ഇന്ന് എന്തോ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നു. രസമല്ല, നല്ലൊരു സന്തോഷം തോന്നുന്നു. കാരണം എന്താണെന്നറിയാം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഗണപതി കോവിലൊക്കെ പോയിട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലീവിന് വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോകണത്. അപ്പം ഇവിടെ വന്നിട്ട് ആണുങ്ങളെല്ലാം ഷർട്ട് ഊരി നേരിയത് ഉടുത്തൊക്കെയാണ് പോകണത്. അപ്പം ഇതിനകത്ത് കയറിയൊരു നേരിയത് വാങ്ങിച്ചാൽ ആ ചെറിയ നേരിയതിന് 120 രൂപ. മുണ്ടും വാങ്ങിച്ചു കൊടുക്കാം, നേരിയത് വാങ്ങിക്കാം. ഞങ്ങൾ വന്ന നടയെന്ന് വെച്ചാൽ വടക്കേ നടയിൽ കൂടെയാണ് വന്നത്. കാരണം ATM കൂടെ കയറാമെന്ന് വിചാരിച്ചേ. സത്യം പറയാമല്ലോ, എനിക്കൊരു അബദ്ധം പറ്റി, ഒരു അക്കടി പറ്റിപ്പോയി. അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട്
ഈ വടക്കേ നടയിൽ കൂടെ വന്ന് ATM കണ്ട് ATM കയറിയപ്പോഴത്തേക്ക് കാർഡ് മാറിപ്പോയേ. കാർഡിൽ ഈ പൈസയുള്ള കാർഡല്ല എടുത്തത്, വേറെ ഒരു കാർഡാണ് എടുത്തുകൊണ്ടത്. ATM തന്നെയാണ്, ATM കാർഡ് തന്നെയാണ്, പക്ഷേ ഈ അക്കൗണ്ടിൽ പൈസ ഇല്ല. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. അങ്ങനെ ഭഗവാനെ നന്നായിട്ട് തൊഴുത്. ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ ഒരു സംഭവങ്ങൾ എനിക്ക് ആദ്യമായിട്ടൊക്കെ സംഭവിക്കുന്നത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. ലീവിന് വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളത് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാനും മക്കളൊക്കെ പോയി തൊഴുത് സാരിയെ കൊടുത്ത് അപ്പോൾ ഈ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവരെ പ്ലാൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ക്ലോത്ത് റൂം കണ്ട അവിടെ എവിടെയും ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. കറങ്ങി കാഴ്ച, രാത്രി കാഴ്ചയാണ്. നമ്മുടെ പത്മനാഭൻ്റെ മണ്ണിൽ ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും വരിക, ഞങ്ങളുടെ നാട്ടിൽ വരിക. ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാം സ്വാഗതം. അപ്പോൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് ഭഗവാനെ നന്നായിട്ട് തൊഴുത് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നമുക്ക് പോകാം. സാധാരണ ടിക്കറ്റ് ആണെങ്കിൽ മറ്റുള്ളവർ തൊഴുതതിന് ശേഷം മാത്രമേ കയറി ദർശനം തൊഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വയ്ക്കട്ടെ, ബായ്. അണ്ണ മാറി മാറി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് നിന്ന്. പിന്നെ ഫോട്ടോ എടുക്കാൻ ഇതായി പോണു. ഇതെല്ലാത്തിനെയും പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ ഇതേക്കുണ്ടോ. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പാണ് വയ്ക്കുകയാണ് കേട്ടോ. വീട്ടിൽ പോകണം. ഇഷ്ടംപോലെ ആൾ വരണം കേട്ടോ. വിദേശികളാണ് കൂടുതലും. ആന്ധ്ര, തമിഴ്നാട്, പിന്നെ ഹിന്ദിക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. മലയാളികൾ കുറച്ചേ ഉള്ളൂ. ബൈ.